പത്തനംതിട്ട കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം കുറ്റിയിലാണ് കൊലപാതകം നടന്നത്. ഈ സംഭവം നടന്ന വീടിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്നലെ പുലർച്ചെ 2:30-നും 3:30-നും ഇടയിൽ കൊലപാതകം നടന്നു എന്നാണ് പ്രാഥമികമായി നിഗമനം നടക്കുന്നത്. ഇത് ഇവിടെയുള്ള ശിവപ്രസാദ് എന്നയാളുടെ വീടാണ്. ശിവപ്രസാദിൻ്റെ കൂട്ടുകാരനായിട്ടുള്ള മനു ഈ വീട്ടിലേക്ക് ഇന്നലെ രാത്രി എത്തി. ഇരുവരും തമ്മിൽ സംഘർഷം നടന്നു. മനുവിൻ്റെ ദേഹത്ത് ഒന്നിലധികം പരിക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നലെ പുലർച്ചയോടുകൂടി ശിവപ്രസാദ് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒരു അയൽവാസിയുടെ അടുത്ത് എന്ന് ഈ വിവരം പറയുന്നു. അതായത് മനു എന്ന ആൾ ഈ മുറിക്കകത്ത് കിടക്കുകയാണ്, അബോധാവസ്ഥയിൽ കിടക്കുകയാണ് എന്നാണ് ശിവപ്രസാദ് ചെന്ന് പറഞ്ഞത്. ഉടൻ തന്നെ അയൽവാസി വീട്ടിലേക്ക് എത്തുന്നു. അതിനുശേഷം ആംബുലൻസ് വിളിച്ചു വരുത്തി മനുവിനെ സമീപത്ത് തന്നെയുള്ള EMS ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. പക്ഷേ മനു മരിച്ച നിലയിലായിരുന്നു. ഇപ്പോൾ കൂടൽ പോലീസ് വീട്ടിലേക്ക് എത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രതിയായിട്ടുള്ള ശിവപ്രസാദിനെ കുമ്പഴയിൽ നിന്നും പോലീസ് പിടികൂടിയിട്ടുണ്ട്. കുമ്പഴയിലൊരു ബന്ധുവീട്ടിൽ നിന്നും ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ അവരെ വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. ആ സംസാരത്തിൽ ഉണ്ടായ ഒരു സംഭവത്തിലുണ്ടായ ഒരു മർഡർ കേസാണ്. പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന് സമീപത്ത് തന്നെ ഒരു ഹിറ്റാച്ചി കിടക്കുന്നത് കാണാം. ആ ഹിറ്റാച്ചി കൊല്ലപ്പെട്ട മനുവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ഇന്നലെ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഹിറ്റാച്ചി ശിവപ്രസാദിൻ്റെ വീടിന് സമീപമാണ് അവിടെ ഇട്ടിരുന്നത്. ശേഷം ഇവർ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നു. അതിനുശേഷം തർക്കം നടക്കുന്നു. പിന്നീട് ഇരുവരും തമ്മിൽ സംഘട്ടനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒടുവിൽ മനു മരണപ്പെടുകയും ചെയ്യുന്നു. കൂടുതൽ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശിവപ്രസാദിൻ്റെ പ്രായം 37ആണ്. കൊല്ലപ്പെട്ട മനുവിൻ്റെ പ്രായവും 37 തന്നെയാണ്. ഇവിടെ സ്ഥിരമായി പുറത്തു നിന്നുള്ള ആളുകൾ ഈ വീട് കേന്ദ്രീകരിച്ച് ഇവിടെ ഒത്തുകൂടാറുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ശിവപ്രസാദ് നേരത്തെ വിദേശത്തായിരുന്നു. അതിനുശേഷം വിദേശത്തു നിന്ന് മടങ്ങി വന്നതിന് ശേഷം ഈ വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. ശിവപ്രസാദിൻ്റെ ഒരു സഹോദരിയുണ്ട്, ഒപ്പം തന്നെ അമ്മയുണ്ട്. പക്ഷേ അവർ രണ്ടുപേരും ഇവിടെയല്ല താമസം, വേറെ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. ശിവപ്രസാദ് ഈ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. ഏതായാലും ഈ ഒരു സംഭവത്തിൽ ശിവപ്രസാദിനെ ഇപ്പോൾ കൂടൽ പോലീസ് പിടികൂടിയിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.